ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഷോഡശോധ്യായം. ഇതിലെ 22ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ഷോഡശോധ്യായഃ. മൈത്രേയ ഉവാച. ഏവം ബ്രുവാണം നൃപതിം ഗായകാമുനിചോദിതാഃ തുഷ്ടുപുസ്തുഷ്ടമനസസ്തദ്വാഗമൃതസേവയാം നാലം വയം തേ മഹിമാനുവർണ്ണനെ യോ ദേവവര്യോവതതാര മായയാ വേനാം ഗജാതസ്യ ച പൗരുഷാണി തേ വാചസ്പതീനാമപി ബഭ്രമൂർധിയഃ. അഥാപ്യുദാരശ്രവസപൃഥോർഹരേ കലാവതാരസ്യ കഥാമൃതാദൃതാ യഥോപദേശം മുനിഭിः പ്രചോദിതാ ശ്ലാഘ്യാനി കർമാണി വയം വിതന്മഹി ഏഷ ധർമ്മഭൃതാം ശ്രേഷ്ഠോ ലോകം ധർമ്മേനുവർത്തയൻ ഗോപ്താ ച ധർമ്മസേതൂനാം ശാസ്താതൽപരിപന്ഥിനാം ഏഷ വൈ ലോകപാലാനാം ബിഭർത്തേകസ്തനൗ തനൂഃ കാലേ കാലേ യഥാഭാഗം ലോകയോരുഭയോർഹിതം വസുകാലോപാദത്തെ കാലേ ചായം വിമുഞ്ചതി സമസ്സർവേഷു ഭൂതേഷു പ്രതപൻ സൂര്യവദ്വിഭൂ തിദിക്ഷത് അത്യക്രമം വൈന്യ ഉപര്യാക്രമതാമപി ഭൂതാനാം കരുണഃ ശശ്വതാർത്താനാം ക്ഷിതിവൃത്തിമാൻ ദേവേ വർഷത്യസൗ ദേവോ നരദേവ വപുർഹരിഃ കൃച്ഛ്രപ്രാണാ പ്രജാഹ്യേഷ രക്ഷിഷ്യത്യഞ്ജസേന്ദ്രവത് ആപ്യായേത്യസൗ ലോകം വദനാമൃതമൂർത്തിനാ സാനുരാഗാവലോകേന വിശദസ്മിതചാരുണാ അവ്യക്തവത്മൈഷ നിഗൂഢകാര്യോ ഗംഭീരവേഥാ ഉപഗുപ്തവിത്ത അനന്തമാഹാത്മ്യഗുണൈകധാമ പൃഥുപ്രചേത ഇവ സംവൃതാത്മാ ദുരാസദോ ദുർവിഷഃ ആസന്നോപി വിദൂരവത് നൈവാഭിഭവിതും ശക്യോ വേനാരണ്യുത്ഥിതോ നലഃ അന്തർബഹിശ്ച ഭൂതാനാം പശ്യൻ കർമാണി ചാരണൈഃ ഉദാസീനൈവാധ്യക്ഷോ വായുരാത്മേവ ദേഹിനാം നാദണ്ഡ്യം ദണ്ഡയത്യേഷ സുതമാത്മദ്വിഷാമപി ദണ്ഡയത്യാത്മജമപി ദണ്ഡ്യം ധർമ്മപഥേ സ്ഥിതാ അസ്യാ പ്രതിഹതം ചക്രം പൃഥോരാമാനസാചലാത് വർത്തതേ ഭഗവാനർക്കോ യാവത്തപതി ഗോഗണൈഃ രഞ്ജയിഷ്യതി യല്ലോകമയമാത്മവിശ്ചേഷ്ടിതൈഃ അഥാമുമാഹു രാജാനം മനോരഞ്ജനകൈഃ പ്രജാ ദൃഢവ്രതഃ സത്യസന്ധോ ബ്രഹ്മണ്യോ വൃദ്ധസേവക ശരണ്യഃ സർവഭൂതാനാം മാനദോ ദീനവത്സലഃ മാതൃഭക്തിപരസ്ത്രീഷു പത്ന്യാമർദ്ധൈവാത്മനഃ പ്രജാസു പിതൃവൽ സ്നിഗ്ധ കിം കരോ ബ്രഹ്മവാദിനാം ദേഹിനാമാത്മവൽപ്രേഷ്ഠ സുഹൃദാം നന്ദിവർദ്ധന മുക്തസംഗപ്രസംഗോയം ദണ്ഡപാണിരസാധുഷു. അയം തു സാക്ഷാൽ ഭഗവാൻസ്ത്രധീശക്കൂടസ്ഥാത്മാ കലയാവതീർണ യസ്മിന്നവിദ്യാരചിതം നിരർത്ഥകം പശ്യന്തി നാനാത്വമഭിപ്രതീതം അയം ഭുവോ മണ്ഡലമോദയാർദ്രേർഗോപ്തൈകവീരോ നരദേവനാഥ ആസ്ഥായ ജൈത്രം രഥമാത്തജാവ പര്യസ്യത്തെ ദക്ഷിണതോ യഥാർക്കഃ അസ്മൈ നൃപാലാഃ കില തത്ര തത്ര ബലിം ഹരിഷ്യന്തി സലോകപാലാഃ മംസ്യന്ത യേഷാം സ്ത്രിയാദിരാജം ചക്രായുധം തദ്യശ ഉദ്ധരന്ത്യഃ അയം മഹീം ഗാം ദുദുഹേധിരാജ പ്രജാപതിർവൃത്തികര പ്രജാനാം യോ ലീലയാദ്രീൻ സ്വശരാസകോട്യാ ഭിന്ദൻ സമാം ഗാമകരോദ്യഥേന്ദ്രഃ വിസ്ഫൂർജയന്നാജഗവം ധനുസ്വയം യദാചരത്ഷ്മാ അവിഷഹ്യമാജൗ തദാ നിലില്യുർദിശി ദിശ്യസന്തോ ലാംഗൂലമുദ്യമ്യ യഥാ മൃഗേന്ദ്രഃ. ഈ ശ്ലോകമാണ് ഇനി എടുക്കാനുള്ളത്. 23ാമത്തെ ശ്ലോകം. വിസ്ഫൂർജയന്നാജഗവം ധനുസ്വയം യദാചരത്ഷ്മാ അവിഷഹ്യമാജൗ തദാ നിലില്യുർദിശി ദിശ്യസന്തോ ലാംഗൂലമുദ്യമ്യ യഥാ മൃഗേന്ദ്രഃ. ഇദ്ദേഹം പൃഥ്വിരാജാവ് ഇദ്ദേഹം എപ്പോൾ വാൽ പൊക്കിപ്പിടിച്ച് ഓടുന്ന ആ സിംഹമെന്നോണം യുദ്ധത്തിൽ ശത്രുവിന് അസഹ്യവുമായിരിക്കുന്ന ആ ആജഗവം എന്ന വില്ലിനെ ഞാണൊലി ചെയ്തുകൊണ്ട് തന്നെത്താൻ ആ ഭൂമിയിലൂടെ സഞ്ചരിച്ചുവോ. അപ്പോൾ അസന്തഹ ദുഷ്ടന്മാർ ആ ദിക്കുതോറും ഓടിയൊളിച്ചു എന്നുള്ളവരാണ്. വിസ്ഫൂർജയന്നാജഗവം
ഞാണൊലി ചെയ്തുകൊണ്ട് ആജഗവം എന്നുള്ള ആ ചാപത്തെ പരമേശ്വരൻ കൊടുത്ത ആ ചാപത്തെ സ്വയം തന്നെത്താൻ ആ ഞാണൊലി ചെയ്തുകൊണ്ട് ക്ഷ്മാം ആ ഭൂമിയിലൂടെ ആ പൃഥ്വിരാജാവ് അചരൽ സഞ്ചരിച്ചുവോ. അപ്പോൾ തഥാ നിലില്യൂർ ദിശി, അപ്പോൾ ആ അസന്തഹ എന്താണ് ദുഷ്ടന്മാരായിരിക്കുന്ന ആൾക്കാർ ദിശ്യസന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാർ ദിക്കുകൾ തോറും നിലില്യൂർ ഓടി ഒളിച്ചു. ഈ പൃഥ്വിമഹാരാജാവ് ആ യാജഗമം എന്ന വില്ലെടുത്തിട്ട് ആ ഭൂമിയിലൂടെ അങ്ങനെ സഞ്ചരിച്ച സമയത്ത്, ഞാണൊലി ചെയ്തുകൊണ്ട് സഞ്ചരിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ അസന്തഹ ദുഷ്ടന്മാരായിരിക്കുന്ന ആൾക്കാരെ ദിക്കുതോറും ഓടി ഒളിച്ചു എന്നുള്ളതാണ് പറയുന്നത്. വിസ്ഫൂർജയന്നാജഗവം ധനുസ്വയം യദാചരത്ഷ്മാം അവിഷഹ്യമാജൗ തദാ നിലില്യുർദിശി ദിശ്യസന്തോ ലാംഗൂലമുദ്യമ്യ യഥാ മൃഗേന്ദ്ര. യഥാ ഇദ്ദേഹം എപ്പോൾ യഥാ എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ്. മഹാരാജാവ് എപ്പോൾ ലാംഗുലം ഉദ്യമ്യ അവാൽ പൊക്കിപ്പിടിച്ച് ഓടുന്ന മൃഗേന്ദ്ര യഥാ സിംഹമെന്നോണം, സിംഹത്തിനെ പോലെ ആജൗ യുദ്ധത്തിൽ അവിഷഹ്യം ആ ശത്രുവിന് അസഹ്യമായിരിക്കുന്ന ആജഗവം എന്ന ധനുസ് ആ വില്ലിനെ വിസ്ഫൂർജയൻ ഞാണൊലി ചെയ്തുകൊണ്ട് സ്വയം നിന്ന് തന്നെത്താൻ ക്ഷ്മാം ആ ഭൂമിയിലൂടെ അചരൽ സഞ്ചരിച്ചുവോ തഥാ അപ്പോൾ അസന്തഹ ദുഷ്ടന്മാർ ദിശി ദിക്കുകൾ തോറും നിലില്യുഹു ഓടിയൊളിച്ചു എന്നുള്ളതാണ് പറയുന്നത്. കലത്തെ പദങ്ങൾ നോക്കാം. യഥാ എപ്പോൾ ഈ പൃഥ്വിമഹാരാജാവ് ലാംഗൂലം ഉദ്യമ്യ എന്ന് പറഞ്ഞാൽ വാൽ പൊക്കിപ്പിടിച്ച് ഓടുന്ന മൃഗേന്ദ്ര യഥാ സിംഹമൊന്ന് എന്നോണം. അപ്പം സിംഹത്തിനെയും പിടിച്ചോണ്ട് ഓടുന്ന ആളെന്ന് അത്രയും പരാക്രമശാലിയായിരിക്കുന്ന രാജാവ് എന്നർത്ഥം. ലാംഗൂലം ഉദ്യമ്യ വാൽ പൊക്കിപ്പിടിച്ച് ഓടുന്ന മൃഗേന്ദ്ര യഥാ സിംഹമെന്നോണം ആജൗ ആ യുദ്ധത്തിൽ അവിഷഹ്യം ശത്രുവിന് അസഹ്യം ആയിരിക്കുന്ന ആജഗവം എന്ന പരമേശ്വരൻ കൊടുത്ത ആ വില്ലിനെ വില്ലിനെ വിസ്ഫൂർജയൻ ഞാണൊലി ചെയ്തുകൊണ്ട് സ്വയം തന്നെത്താൻ ക്ഷ്മാം ആ ഭൂമിയിലൂടെ അചരത് സഞ്ചരിച്ചുവോ തഥാ അപ്പോൾ ആ അസന്തഹ ദുഷ്ടന്മാർ ദിശി ദിക്കുകൾ തോറും നിലില്യുഹു ഓടിയൊളിച്ചു. അതിലത്തെ അന്വയം വന്നിട്ട് യഥാ ലാംഗൂലം ഉദ്യമ്യ മൃഗേന്ദ്ര യഥാ ആജൗ അവിഷഹ്യം ആജഗവം ധനു വിസ്ഫൂർജയൻ സ്വയം ക്ഷ്മാം അചരത് തഥാ അസന്തഹ ദിശി നിലില്യുഹു. എന്നുകൂടി പറയാം. യഥാ ലാംഗൂലം ഉദ്യമ്യ മൃഗേന്ദ്ര യഥാ ആജൗ അവിഷഹ്യം ആജഗവം ധനു വിസ്ഫൂർജയൻ സ്വയം ക്ഷ്മാം അചരത് തഥാ അസന്തഹ ദിശി നിലില്യുഹു. ഇദ്ദേഹം എപ്പോൾ ആ വാൽപൊക്കി പിടിച്ച സിംഹത്തെ എന്നോണം യുദ്ധത്തിൽ ആ ശത്രുവിന് അസഹ്യമായിരിക്കുന്ന ആജഗവം എന്ന ആ വില്ലിനെ ഞാണൊലി ചെയ്തുകൊണ്ട് തന്നെത്താൻ ഭൂമിയിലൂടെ സഞ്ചരിച്ചുവോ അപ്പോൾ ആ ദുഷ്ടന്മാർ ദിക്കുകൾ തോറും ഓടി ഒളിച്ചു ഉള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പറഞ്ഞു, ഇന്നലത്തെ അതിൽ പറഞ്ഞു ഭഗവാന്റെ ആ ചക്രായുധത്തിൻ്റെ അംശാവതാരം ആയിട്ടാണ് ആ പൃഥ്വിമഹാരാജാവിനെ പ്രജകളെ പ്രകീർത്തിച്ചിരുന്നത്. അങ്ങനെ പ്രജാധിപതിയായിരിക്കുന്ന ഈ രാജാധിരാജൻ പ്രജകളുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ആ ഗോരൂപിണിയായിരിക്കുന്ന ഭൂമിയെ ദോഹനം ചെയ്തു. അങ്ങനെ ഇദ്ദേഹം ഒരു വിനോദം എന്നോണം തൻ്റെ ധനുസിൻ്റെ അഗ്രഭാഗം കൊണ്ട് ആ ഇന്ദ്രൻ വജ്രായുധം കൊണ്ടെന്ന പോലെ ആ പർവ്വതങ്ങളെ പിളർന്ന് ഭൂമിയെ നിരപ്പാക്കലും ചെയ്തു കഴിഞ്ഞു. നിരപ്പാക്കുകയും ചെയ്തു കഴിഞ്ഞു. വാൽ പൊക്കിപ്പിടിച്ച് ഓടുന്ന സിംഹത്തെ പോലെ ആജഗവം എന്ന ധനുസിൽ ചെറുഞാണൊലി ചെയ്തുകൊണ്ട് ഇദ്ദേഹം യുദ്ധത്തിൽ മുന്നേറുമ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ നാലുപാടും ഭയന്ന് ഓടിയൊളിക്കും.
ആജിയെ, ആജി എന്നാൽ ആജൗ, ആജി എന്നാൽ യുദ്ധം, ആജൗ. ക്ലീബം പത്മേധാജി സ്ത്രീ സമഭൂമൗ ച സംഗ്രാമേ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അർത്ഥമായിട്ട് പറയണത്, യുദ്ധത്തിൽ ആർക്കും സഹിക്കാൻ കഴിയാത്തതും ആടിൻ്റെയും പശുവിൻ്റെയും അതല്ല അതെ ആടിൻ്റെയും പശുവിൻ്റെയും കൊമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആജകവം, ആജകവം എന്ന വില്ലും മുഴക്കി വാലുയർത്തി സിംഹമെന്നോണം സഞ്ചരിക്കുമ്പോൾ ദുഷ്ടന്മാർ ഭയന്ന് ഓടിയൊളിക്കുന്ന, യുദ്ധത്തിൽ ആർക്കും സഹിക്കാൻ കഴിയാത്തതും ആജകവം എന്ന വില്ലും മുഴക്കി, അതായത് ആടിൻ്റെയും പശുവിൻ്റെയും കൊമ്പ് കൊണ്ടുണ്ടാക്കിയതാണ്. വാലുയർത്തി സിംഹമെന്നോണം സഞ്ചരിക്കുമ്പോൾ, ഈ പൃഥ്വിമഹാരാജാവ് സഞ്ചരിക്കുമ്പോൾ ദുഷ്ടന്മാർ ഭയന്ന് ഓടി ഒളിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചക്രവർത്തിയെ നേരിട്ട് നിൽക്കാൻ ലോകത്തിൽ ആരും ഉണ്ടാകുകയില്ല. അങ്ങനെ സിംഹം വാലുയർത്തി അലറിക്കൊണ്ട് കാട്ടിൽ സഞ്ചരിക്കുമ്പോൾ മൃഗങ്ങൾ ഓടുന്നത് പോലെ ഈ വീരാഗ്രണ്യൻ സ്വധനുസിനെ ശബ്ദിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ ആ ടങ്കാരനാഥ ശ്രവണത്താൽ തന്നെ ആ രാജ്യദ്രോഹികൾ ദിക്കുതോറും പാഞ്ഞൊളിക്കും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറയണതെന്ന് നോക്കാം നമുക്ക്. വ്യാഖ്യാനത്തിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, യഥാ എപ്പോൾ ധനുർവിസ്ഫൂർജയൻ, ആ ധനുസിനെ വില്ലും ഞാനും മുഴക്കിക്കൊണ്ട് ക്ഷ്മാം ആ ഭൂമിയിൽ ചചാര സഞ്ചരിക്കുമ്പോൾ, തഥാ അപ്പോൾ ദുഷ്ടാ ദിശി ദിശി ഗുപ്താഹ ദുഷ്ടന്മാർ ദിക്കുകൾ തോറും ഗുപ്താഹ ഓടി ഒളിച്ച് ബഭൂഹു ഓടി ഒളിക്കുന്നു അർത്ഥം. അപ്പോൾ യഥാ എപ്പോൾ ധനുർവിസ്ഫൂർജയൻ ആ ധനുസ്സിനെ ഞാണൊലി ശബ്ദം മുഴക്കിക്കൊണ്ട് ക്ഷ്മാം ചചാര ആ ഭൂമിയിൽ സഞ്ചരിച്ചുവോ, തഥാ അപ്പോൾ ദുഷ്ടന്മാർ ദുഷ്ടാ ദിശി 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 പല സ്ഥലത്തുമായിട്ട് ഒളിച്ച് ഗുപ്താഹ ബഭൂ ഒളിക്കുന്നതായിട്ട് ബഭൂഹു സംഭവിക്കണമെന്നർത്ഥം. അദ്ദേഹത്തിനെ പേടിച്ചിട്ട് എല്ലാവരും ഓടി ഒളിക്കുന്നു ദുഷ്ടന്മാരെന്നർത്ഥം. യഥാ ധനുർവിസ്ഫൂർജയൻ ക്ഷ്മാം ചചാര തഥാ ദുഷ്ടാ ദിശി ദിശി ഗുപ്താഹ ബഭൂഹു. ഇതാണ് ഇതിലത്തെ എന്താണ് വ്യാഖ്യാനം വന്നിട്ട്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം ഏഷോശ്വമേധാൻ ശതമാജഹാര സരസ്വതീ പ്രാദുരഭാവി യത്ര ആഹാരശീദ്യസ്യ ഹയം പുരന്ദര ശതക്രതുശ്ചരമേ വർത്തമാനേ. ഏഷോശ്വമേധാൻ ശതമാജഹാര സരസ്വതീ പ്രാദുരഭാവി യത്ര ആഹാരശീദ്യസ്യ ഹയം പുരന്ദര ശതക്രതുശ്ചരമേ വർത്തമാനേ. ഇദ്ദേഹം ആ സരസ്വതീ നദി എവിടെയോ അവിടെ പ്രത്യക്ഷപ്പെട്ടത്, അവിടെ വെച്ചിട്ട് സരസ്വതീ നദി പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വെച്ചിട്ട് ഇദ്ദേഹം 100 അശ്വമേധങ്ങൾ ആചാര നടത്തി. അങ്ങനെ ഒടുവിലത്തേത് നടന്നുകൊണ്ടിരിക്കെ 100 യാഗം ചെയ്തവനായിരിക്കുന്ന ഇന്ദ്രൻ യാതൊരാളുടെ ആ യാഗാശ്വത്തെ അപഹരിച്ചു. ആ ഇന്ദ്രൻ എന്ത് ചെയ്തു? ആ യാഗാശ്വത്തെ പൃഥുവിൻ്റെ രാജാശ്വത്തെ അപഹരിച്ചു. ഏഷോശ്വമേധാൻ അദ്ദേഹം അശ്വമേധയാഗം ചെയ്തു. ശതമാജഹാര 100 അശ്വമേധയാഗങ്ങൾ ചെയ്തു. സരസ്വതീ പ്രാദുരഭാവി എത്ര സരസ്വതി നദി ഉത്ഭവിക്കുന്ന സ്ഥാനത്ത് വെച്ചിട്ട് 100 അശ്വമേധയാഗങ്ങൾ നടത്തി. ആഹാരശീദ്യസ്യ അങ്ങനെ നടത്തിയപ്പോൾ അപഹരിച്ചു എന്ന്. ആഹാരശീദ്യസ്യ അപഹരിച്ചു, ഹയം ആ കുതിരയെ, ആ യാഗാശ്വത്തെ അപഹരിച്ചു. പൃഥ്വിരാജ് മഹാരാജാവിൻ്റെ യാഗാശ്വത്തെ
അപഹരിച്ചു. പുരന്ദരഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ. ശതക്രതുശ്ചരമേ ശതക്രതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 അശ്വമേധം. ശതം 100 അശ്വമേധം. 100 അശ്വമേധങ്ങൾ ആജഹാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തി. ആ 100 യാഗം ചെയ്തവനായ ഇന്ദ്രൻ. ആ ശതക്രതു എന്ന ഇന്ദ്രൻ്റെ പേരാണ്. ഇന്ദ്രൻ്റെ പേരാണ്. ആ ക്രതുവായിട്ടുള്ള ഇന്ദ്രൻ തന്നെ ആ പൃഥുവിൻ്റെ ആകാശത്തെ അവിടെ അപഹരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതിലത്തെ പദങ്ങൾ നോക്കാം. മേഷഹ ഇദ്ദേഹം, സരസ്വതി നദി, യത്ര എവിടെയോ, പ്രാദുരഭാവി പ്രത്യക്ഷപ്പെട്ടത് അവിടെ വെച്ച്, ഏഷഹ ഇദ്ദേഹം, ശതം 100 അശ്വമേധങ്ങൾ ആജഹാര നടത്തി, ചരമേ ഒടുവിലത്തേത്, വർത്തമാനെ നടന്നുകൊണ്ടിരിക്കെ, ശതക്രതുഹു 100 യാഗം ചെയ്തവനായ, പുരന്ദരഹ ഇന്ദ്രൻ, യസ്യ യാതൊരാളുടെ, ഹയം ആ ആകാശത്തെ, അഹാരഷീത് അപഹരിച്ചു. എന്നുകൂടി പറയാം. ഏഷഹ ഇദ്ദേഹം, സരസ്വതി നദി, എത്ര എവിടെയോ, പ്രാദുരഭാവി പ്രത്യക്ഷപ്പെട്ടത് അവിടെ വെച്ച്, ഏഷഹ ഇദ്ദേഹം, ശതം 100 അശ്വമേധങ്ങൾ ആജഹാര നടത്തി, ചരമേ ഒടുവിലത്തേത്, വർത്തമാനെ നടന്നുകൊണ്ടിരിക്കെ, ശതക്രതുഹു 100 യാഗം ചെയ്തവനായിരിക്കുന്ന പുരന്ദരഹ ഇന്ദ്രൻ, യസ്യ യാതൊരാളുടെ, ഹയം ആകാശത്തെ, അഹാരഷീത് അപഹരിച്ചു. ഇത്തന്വയം വന്നിട്ട് ഏഷഃ സരസ്വതീ യത്ര പ്രാദുരഭാവി, ഏഷഃ ശതം അശ്വമേധാൻ ആജഹാര, ചരമേ വർത്തമാനേ ശതക്രതുഃ പുരന്ദരഃ യസ്യ ഹയം അഹാരഷീത്. എന്നുകൂടി പറയാം. ഏഷഃ സരസ്വതീ യത്ര പ്രാദുരഭാവി, ഏഷഃ ശതം അശ്വമേധാൻ ആജഹാര, ചരമേ വർത്തമാനേ ശതക്രതുഃ പുരന്ദരഃ യസ്യ ഹയം അഹാരഷീത്. ഇദ്ദേഹം സരസ്വതി നദി എവിടെയോ പ്രത്യക്ഷപ്പെട്ടത് അവിടെ വെച്ചിട്ട് അദ്ദേഹം 100 അശ്വമേധങ്ങൾ നടത്തി. ഒടുവിലത്തേത് നടന്നുകൊണ്ടിരിക്കെ ആ 100 യാഗം ചെയ്തവനായിരിക്കുന്ന ഇന്ദ്രൻ യാതൊരാളുടെ ആകാശത്തെ അപഹരിച്ചു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ സരസ്വതി നദിയുടെ ഉൽപ്പത്തി സ്ഥാനത്ത് ഇദ്ദേഹം 100 അശ്വമേധങ്ങൾ യാഗങ്ങൾ നടത്തി. 100ാമത്തേത് നടക്കുമ്പോൾ 100 അശ്വമേധ യാഗങ്ങൾ നടത്തിയവനായിരിക്കുന്ന ഇന്ദ്രൻ ഇദ്ദേഹത്തിൻ്റെ അശ്വത്തെ മോഷ്ടിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇദ്ദേഹം 100 അശ്വമേധങ്ങൾ ചെയ്യും. അവിടെ സരസ്വതി പ്രത്യക്ഷമാകും. ആ 100 യജ്ഞം ചെയ്ത ഇന്ദ്രൻ അസൂയയാൽ 100ാമത്തെ അശ്വമേധം നടന്നുകൊണ്ടിരിക്കെ ഇദ്ദേഹത്തിൻ്റെ കുതിരയെ അപഹരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഇദ്ദേഹം സരസ്വതി നദി ഉദ്ഭവിച്ചിരിക്കുന്ന ആ സ്ഥാനത്തിൽ ഇദ്ദേഹം 100 അശ്വമേധം നടത്തും. 100ാമത്തെ യാഗത്തിന് സഞ്ചരിപ്പിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അശ്വത്തെ ഇന്ദ്രൻ അപഹരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രൻ 100 അശ്വമേധം നടത്തിയിട്ടാണ് ആ സ്ഥാനത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വസ്ഥാനത്തെ ഇദ്ദേഹം അപഹരിക്കും എന്ന ഭയത്താൽ 100ാമത്തെ യാഗത്തെ മുടക്കാൻ ആ കുതിരയെ, ആകാശത്തെ ആ ഇന്ദ്രനും അപഹരിക്കണം എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറയണമെന്ന് നോക്കാം. വ്യാഖ്യാനത്തിൽ ഏഷ സരസ്വതീ തീരേ, അങ്ങനെ ആ പൃഥു സരസ്വതി നദിയുടെ തീരത്ത് 100 അശ്വമേധാൻ 100 അശ്വമേധം ചെയ്യുന്നു. അങ്ങനെ ചരമേ അശ്വമേധേ അവസാനത്തെ വർത്തമാനത്തിലുള്ള അശ്വമേധത്തിൽ അവസാനത്തെ ഒടുവിലത്തെ അശ്വമേധത്തിൽ ഇന്ദ്രോ അശ്വഹരണം ഇന്ദ്രൻ ആ പൃഥുവിൻ്റെ അശ്വത്തെ ഹരിക്കുന്നു. കരിഷ്യതി എന്നുകൂടി പറയാം. ഏഷ സരസ്വതി തീരെ, അദ്ദേഹം ആ സരസ്വതി നദിയുടെ തീരത്ത് 100 അശ്വമേധാൻ കരിഷ്യതി 100 അശ്വമേധ യാഗം ചെയ്യുന്നു. ചരമേ അവസാനത്തിൽ അവസാനത്തെ അശ്വമേധത്തിൽ ഇന്ദ്രോ അശ്വഹരണം കരിഷ്യതി ഇന്ദ്രൻ ആ പൃഥുമഹാരാജാവിൻ്റെ അശ്വത്തെ അപഹരിക്കണു. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം വന്നിട്ട് ഏഷ സരസ്വതീ തീരെ 100 അശ്വമേധാൻ
കരിഷ്യതി ചരമേ അശ്വമേധ ഇന്ദ്രോശ്വഹരണം കരിഷ്യതി എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമ്മൾക്ക് നോക്കാം. 25-ാമത്തെ ശ്ലോകം. ഏഷ സ്വസത്മോപവനേ സമേത്യ സനൽകുമാരം ഭഗവന്തമേകം ആരാധ്യ ഭക്തിയാലഭതാമലം തജ്ഞാനം യതോ ബ്രഹ്മപരം വിദന്തി. ഏഷ സ്വസത്മോപവനേ സമേത്യ സനൽകുമാരം ഭഗവന്തമേകം ആരാധ്യ ഭക്തിയാലഭതാമലം തജ്ഞാനം യതോ ബ്രഹ്മപരം വിദന്തി. അങ്ങനെ ഇദ്ദേഹം തൻ്റെ ഗൃഹോദ്യാന പരിസരത്തിൽ സ്വസത്മോപവനെ ഗൃഹോദ്യാന പരിസരത്തിൽ ഏകനായിട്ട് വന്നു ചേർന്ന ഭഗവാൻ സനൽകുമാരനെ സമീപിച്ചിട്ട് സനൽകുമാരം ഭഗവന്തമേകം സനൽകുമാരനെ സമീപിച്ചിട്ട് ഭക്തി പുരസ്സരം ആരാധ്യ ഭഗവന്തമേകം ആരാധിച്ചിട്ട് യാതൊന്നുകൊണ്ട് ആ പരബ്രഹ്മത്തെ അറിയുന്നുവോ ആ വിശുദ്ധമായിരിക്കുന്ന ജ്ഞാനത്തെ ബ്രഹ്മജ്ഞാനത്തെ ആലഭത സമ്പാദിച്ചു. ആണ് ആരാധ്യ ഭക്തിയാലഭതാമലം തജ്ഞാനം യതോ ബ്രഹ്മപരം വിദന്തി. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ഏഷഹ ഇദ്ദേഹം സ്വസത്മോപവനെ തൻ്റെ ആ ഗൃഹത്തിലെ ഉദ്യാന പരിസരത്തിൽ നർത്ഥം ആ പൂന്തോട്ടത്തിലെ ഏകനായിട്ട് വന്നു ചേർന്ന അവിടെ ഒരിക്കൽ വന്നു ചേർന്ന ഭഗവാനായിരിക്കുന്ന സനൽകുമാരനെ സമീപിച്ച് ഭക്തി പുരസ്സരം ആരാധിച്ചിട്ട് യാതൊന്നുകൊണ്ട് ആ പരബ്രഹ്മത്തെ വിദന്തി അറിയാമോ. തത് അമലം ആ വിശുദ്ധമായിരിക്കുന്ന ജ്ഞാനത്തെ അലഭത സമ്പാദിച്ചു. ഒന്നും കൂടി പറയാം. ഏഷഹ ഇദ്ദേഹം സ്വസത്മോപവനെ തൻ്റെ ഗൃഹോദ്യാന പരിസരത്തിൽ ഏകനായി വന്നു ചേർന്ന ഭഗവാൻ സനൽകുമാരനെ സമീപിച്ച് ഭക്തി പുരസ്സരം ആരാധിച്ചിട്ട് യാതൊന്നുകൊണ്ട് പരംബ്രഹ്മത്തെ വിദന്തി അറിയാമോ. തത് അമലം ആ വിശുദ്ധമായിരിക്കുന്ന ജ്ഞാനത്തെ അലഭത സമ്പാദിച്ചു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഏഷഃ സ്വസത്മോപവനേ ഏകം ഭഗവന്തം സനൽകുമാരം സമേത്യ ഭക്തിയാ ആരാധ്യ യതഃ പരം ബ്രഹ്മ വിദന്തി തത് അമലം ജ്ഞാനം അലഭത. എന്നുകൂടി പറയാം. ഏഷഃ സ്വസത്മോപവനേ ഏകം ഭഗവന്തം സനൽകുമാരം സമേത്യ ഭക്തിയാ ആരാധ്യ യതഃ പരം ബ്രഹ്മ വിദന്തി തത് അമലം ജ്ഞാനം അലഭത. അദ്ദേഹം തൻ്റെ ആ ഗൃഹോദ്യാന പരിസരത്തിൽ ഏകനായി വന്നു ചേർന്ന ഭഗവാൻ സനൽകുമാരനെ സമീപിച്ച് ഭക്തി പുരസ്സരം ആരാധിച്ച് യാതൊന്നുകൊണ്ട് ആ പരബ്രഹ്മത്തെ അറിയാമോ ആ വിശുദ്ധമായ ജ്ഞാനത്തെ സമ്പാദിച്ചു. ഇതിൽ വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം തൻ്റെ ആ ഗൃഹോദ്യാനത്തിൽ ഇദ്ദേഹം തനിയെ സഞ്ചരിക്കുന്നവനും സർവജ്ഞനുമായിരിക്കുന്ന സനൽകുമാര മുനിയെ പ്രാപിച്ച് ഭക്തിയോട് ആരാധിച്ച് സാക്ഷാത്കാരാത്മകമായിരിക്കുന്ന ആ ബ്രഹ്മജ്ഞാനത്തെ പ്രാപിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്രകാരം ഇദ്ദേഹം അശ്വരാജധാനിയുടെ സമീപത്തുള്ള പൂങ്കാവിൽ വെച്ച് ജ്ഞാനാദി ഷഡ്ഗുണ പരിപൂർണനും ഏകനുമായ സനൽകുമാരനെ പ്രാപിച്ച് ഭക്തിപൂർവ്വം പൂജിച്ച് നിർമ്മലമായ ഏതൊരു ജ്ഞാനത്താൽ മഹാത്മാക്കൾ പരബ്രഹ്മത്തെ അറിയുന്നുവോ ആ ജ്ഞാനത്തെ പ്രാപിക്കും എന്നതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം ഏഷ അദ്ദേഹം സ്വഗൃഹേ പ്രാപ്തം സ്വന്തം ഗൃഹത്തിൽ വന്ന സനൽകുമാരനെ ആരാധിച്ചിട്ട് വിമലമായിരിക്കുന്ന ജ്ഞാനത്തെ പ്രാപിക്കും. ഏഷ സ്വഗൃഹേ അദ്ദേഹം സ്വന്തം ഗൃഹത്തിൽ സ്വന്തം ഗൃഹത്തിൽ പ്രാപിച്ച സനൽകുമാരനെ ആരാധിച്ചിട്ട് വിമലമായിരിക്കുന്ന ജ്ഞാനത്തെ പ്രാപ്സ്യതി. അപ്പോൾ ഏഷ സ്വഗൃഹേ പ്രാപ്തം സനൽകുമാരമാരാധ്യ വിമലം ജ്ഞാനം
പ്രാപ്സ്യതി. ഇതാണ് ഈ ശ്ലോകത്തിൽ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 26ാമത്തെ ശ്ലോകം. തത്ര തത്ര ഗിരസ്താസ്ത ഇതി വിശ്രുത വിക്രമ ശ്രോഷ്യത്യാത്മാശ്രിതാഗാഥ പൃഥുപരാക്രമ. തത്ര തത്ര ഗിരസ്താസ്ത ഇതി വിശ്രുത വിക്രമ ശ്രോഷ്യത്യാത്മാശ്രിതാഗാഥ പൃഥുപരാക്രമ. ഇങ്ങനെ ഇതി വിശ്രുത വിക്രമ, പ്രസിദ്ധിയാർജിച്ച ആ വിക്രമത്തോടു കൂടിയിരിക്കുന്ന പൃഥുമഹാരാജാവ് അതാതിടത്ത് വെച്ചിട്ട് പൃഥു മഹാപരാക്രമശാലി തന്നെ എന്ന് തന്നെ പറ്റി അതാത് വാക്കുകളാകുന്ന ആ ഗാനങ്ങളെ കേൾക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം അങ്ങനെ കീർത്തിക്കുകയാണ് ആ ഗുണങ്ങളെ, അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെ. ഇതി ഇങ്ങനെ വിശ്രുത വിക്രമ, പ്രസിദ്ധിയാർജിച്ചിരിക്കുന്ന വിക്രമത്തോടു കൂടിയ ഇദ്ദേഹം തത്ര തത്ര അതാതിടത്ത് വെച്ച് പൃഥുപരാക്രമ, മഹാപരാക്രമശാലി തന്നെ, ഇതി ആത്മാശ്രിതാഹ എന്ന് തന്നെപ്പറ്റി അതാത് ഗിരഹ വാക്കുകളാകുന്ന ഗാഥാഹ ഗാനങ്ങളെ ശ്രോഷ്യതി കേൾക്കുന്നതാണ്. എന്നുകൂടി പറയാം. ഇതി ഇങ്ങനെ വിശ്രുത വിക്രമ, പ്രസിദ്ധിയാർജിച്ച വിക്രമത്തോടു കൂടിയ ഇദ്ദേഹം തത്ര തത്ര അതാതിടത്ത് വെച്ച് പൃഥുപരാക്രമ, മഹാപരാക്രമശാലി തന്നെ, ഇതി ആത്മാശ്രിതാഹ എന്ന് തന്നെപ്പറ്റി അതാത് ഗിരഹ വാക്കുകളാകുന്ന ഗാഥാ ഗാനങ്ങളെ ശ്രോഷ്യതി കേൾക്കുന്നതാണ്. അപ്പോൾ ഇതിൽ അന്വയം വന്നിട്ട് ഇതി വിശ്രുത വിക്രമ തത്ര തത്ര പൃഥുപരാക്രമ ഇതി ആത്മാശ്രിതാ ഗിരഹ ഗാഥാ ശ്രോഷ്യതി. എന്നും കൂടി പറയാം. ഇതി വിശ്രുത വിക്രമ തത്ര തത്ര പൃഥുപരാക്രമ ഇതി ആത്മാശ്രിതാ ഗിരഹ ഗാഥാ ശ്രോഷ്യതി. ഇങ്ങനെ ആ പ്രസിദ്ധിയാർജിച്ച വിക്രമത്തോടു കൂടിയ ഇദ്ദേഹം അതാതിടത്ത് വെച്ചിട്ട് പൃഥു മഹാപരാക്രമശാലി തന്നെ എന്ന് തന്നെ പറ്റി പൃഥു പറയുകയാണ്. പൃഥു മഹാപരാക്രമശാലി തന്നെ എന്നുള്ള വാക്കുകളെ കൊണ്ട് അദ്ദേഹം പറയുകയാണ്. തന്നെ പറ്റി അതാത് വാക്കുകളാകുന്ന ആ ഗാനങ്ങളെ അദ്ദേഹം കേൾക്കുന്നതാണ്. അപ്പോൾ വിശ്രുത വിക്രമനും പൃഥുപരാക്രമനുമായിരിക്കുന്ന ഈ പൃഥു തന്നെ സംബന്ധിച്ച് ഗാഥാരൂപത്തിൽ ജനങ്ങൾ പാടുന്ന ഗാനങ്ങൾ അവിടെ ഇവിടെയായിട്ട് കേൾക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അപ്പോൾ തൻ്റെ ഉദ്യാനത്തിൽ വെച്ചിട്ട് ഏകാഗിയായിട്ട് സഞ്ചരിച്ച് വന്ന ആ സനൽകുമാരനുമായിട്ട് ഇദ്ദേഹം സംഗമിക്കും. അദ്ദേഹത്തെ ഭക്ത്യാദരപൂർവ്വം ഉപചരിച്ച് അദ്ദേഹത്തിങ്കൽ നിന്നും ബ്രഹ്മജ്ഞാനം ഉപദേശം നേടും. ഇങ്ങനെ പ്രസിദ്ധമായ വിക്രമശാലിയായിരിക്കുന്ന ഈ പൃഥു മഹാരാജാവ് ചെല്ലുന്നിടത്തെല്ലാം തന്നെ പറ്റി അതാതിടത്തെ ജനങ്ങൾ പൃഥു മഹാപരാക്രമശാലി തന്നെയാണെന്ന് വാഴ്ത്തുന്നതായിട്ട് കേൾക്കും എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം ലോകത്തിൽ എങ്ങും വ്യാപിച്ചിരിക്കുന്ന ആ മഹാപരാക്രമങ്ങളോട് കൂടിയ ഈ പൃഥു ചക്രവർത്തി സഞ്ചരിക്കുന്ന അതാത് ദിക്കുകളിൽ തന്നെ ആശ്രയിച്ച് മഹാകവികൾ നിർമ്മിച്ചിരിക്കുന്ന പ്രബന്ധ കീർത്തനങ്ങളെ കേൾക്കും. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ വന്നിട്ട് തത്ര തത്ര വിഷ്ണു ആശ്രിതാഹ ഗാഥാ, എവിടെ വിഷ്ണു ആശ്രിതാഹ ഗാഥാ, അവിടെ തത്ര തത്ര അവിടെ വെച്ചിട്ട് അതാത് സ്ഥലങ്ങളിൽ വെച്ചിട്ട് വിഷ്ണു ആശ്രിതാഹ, വിഷ്ണുവിനെ ആശ്രയിച്ചിരിക്കുന്ന തൻ്റെ ആ ഗാഥയെ, ആ സ്തുതികളെ ശ്രോഷ്യതി കേൾക്കും. തത്ര തത്ര വിഷ്ണവാശ്രിതാഹ, അവിടെ വെച്ചിട്ട് ആ വിഷ്ണുവിനെ ആശ്രയിച്ചിരിക്കുന്ന, വിഷ്ണുവിൻ്റെ ആശ്രിതനായിരിക്കുന്ന തൻ്റെ ഗാഥകൾ, ചരിതങ്ങൾ ശ്രോഷ്യതി കേൾക്കും. തത്ര തത്ര വിഷ്ണവാശ്രിതാഹ ഗാഥാ ശ്രോഷ്യതി എന്നുള്ളതാണ് വ്യാഖ്യാനം. ഇനി അവസാനത്തെ ശ്ലോകം ആ അധ്യായത്തിലെ. ദിശോ വിജിത്യ പ്രതിരുദ്ധചക്രസ്വതേജസോൽപാടിത ലോകശല്യ സുരാസുരേന്ദ്രൈരുപഗീയമാന മഹാനുഭാവോ ഭവിതാപതിർഭുവഃ. ദിശോ വിജിത്യ പ്രതിരുദ്ധചക്ര സ്വതേജസോൽപാടിത ലോകശല്യ സുരാസുരേന്ദ്രൈരുപഗീയമാന മഹാനുഭാവോ ഭവിതാപതിർഭുവഃ.
സ്വന്തം ആ തേജസ് വൈഭവത്താൽ, സ്വന്തം തൻ്റെ ആ വൈഭവത്താൽ ആ പൃഥുമഹാരാജാവ് പാടയെ നശിപ്പിക്കപ്പെട്ട ആ ജനദ്രോഹികളോട് കൂടിയവനാകുന്ന ഇദ്ദേഹം എന്നാണ് പറയുക. ഇദ്ദേഹം എങ്ങും പ്രതിഷേധിക്കപ്പെടാത്ത അധികാരത്തോടെ എല്ലായിടത്തും വിജയിച്ചിട്ട് ആ ദേവമുഖ്യന്മാരാലും അസുരമുഖ്യന്മാരാലും ആ മഹാനുഭാവനെന്ന് പാടിപ്പുകഴ്ത്തുന്നവനായിട്ട് ഭൂമിയുടെ അധിപതിയായിട്ട് ഭവിക്കും എന്നാണ് പറയുന്നത്. ദിശോ വിജിത്യാ പ്രതിരുദ്ധ ചക്ര, ദിക്കുകളെയൊക്കെ ജയിച്ചിട്ട് അതിന് തക്കവണ്ണം പ്രതിരോധം ചെയ്യാനുള്ള ആ ചക്രത്തിൻ്റെ ശക്തി, സ്വതേജസോൽപാടിത ലോകശല്യ, സ്വന്തം തേജസ് കൊണ്ട് സ്വന്തം വൈഭവത്താൽ ആ പാടയെ നശിപ്പിക്കപ്പെട്ട ആ ജനദ്രോഹികളോട് കൂടിയവനാകുന്ന ഇദ്ദേഹം എന്നർത്ഥം. സുരാസുരേന്ദ്രേരുപഗീയമാനം, എല്ലായിടവും ലോകത്തെയൊക്കെ വിജയിച്ചിട്ട് ആ ദേവന്മാരാലും ദേവമുഖ്യന്മാരാലും അസുരമുഖ്യന്മാരാലും മഹാനുഭാവനെന്ന് ആ പാടിപ്പുകഴ്ത്തുന്നവനായിട്ട് ഭൂമിയുടെ അധിപതിയായിട്ട് ഭവിക്കും. മഹാനുഭാവോ ഭവിതാ പതിർഭുവ എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞത്. അതിലത്തെ പദങ്ങൾ സ്വതേജസ, തൻ്റെ വൈഭവത്താൽ, ഉൽപ്പാടിത ലോകശല്യ, പാടയെ നശിപ്പിക്കപ്പെട്ട ജനദ്രോഹികളോട് കൂടിയവനാകുന്ന ഇദ്ദേഹം, അപ്രതിരുദ്ധ ചക്ര, എങ്ങും പ്രതിഷേധിക്കപ്പെടാത്ത അധികാരത്തോടു കൂടിയിട്ട്, ദിശ, എല്ലായിടവും വിജയിച്ചിട്ട്, സുരാസുരേന്ദ്രേഹി, ദേവമുഖ്യന്മാരാലും അസുരമുഖ്യന്മാരാലും, ഉപഗീയമാന മഹാനുഭാവ, മഹാനുഭാവനെന്ന് പുകഴ്ത്തപ്പെടുന്നവനായിട്ട്, ഭുവഹ പതിഹി, ഭൂമിയുടെ അധിപതിയായിട്ട് ഭവിക്കും. അപ്പോൾ സ്വന്തം തേജസ് കൊണ്ട്, സ്വതേജസ, തൻ്റെ വൈഭവത്താൽ, ഉൽപ്പാടിത ലോകശല്യ, പാടയെ നശിപ്പിക്കപ്പെട്ട ജനദ്രോഹികളോടുകൂടിയവനാകുന്ന ഇദ്ദേഹം, അപ്രതിരുദ്ധ ചക്ര, എങ്ങും പ്രതിഷേധിക്കപ്പെടാത്ത അധികാരത്തോടെ, ദിശ, എല്ലായിടത്തും വിജയിച്ചിട്ട്, സുരാസുരേന്ദ്രേഹി, ദേവമുഖ്യന്മാരാലും അസുരമുഖ്യന്മാരാലും, ഉപഗീയമാന മഹാനുഭാവ, മഹാനുഭാവനെന്ന് പുകഴ്ത്തുന്നവനുമായിട്ട്, ഭുവഹ പതിഹി, ഭൂമിയുടെ അധിപതിയായിട്ട് ഭവിക്കും. അപ്പോൾ ഇത് തന്വേ വന്നിട്ട് സ്വതേജസ ഉൽപ്പാടിത ലോകശല്യ അപ്രതിരുദ്ധ ചക്ര ദിശ വിജിത്യ സുരാസുരേന്ദ്രൈഹി ഉപഗീയമാന മഹാനുഭാവ ഭുവഹ പതിഹി ഭവിത. ഒന്നുകൂടി പറയാം. സ്വതേജസ ഉൽപ്പാടിത ലോകശല്യ അപ്രതിരുദ്ധ ചക്ര ദിശ വിജിത്യ സുരാസുരേന്ദ്രൈഹി ഉപഗീയമാന മഹാനുഭാവ ഭുവഃ പതിഹി ഭവിത. തൻ്റെ വൈഭവത്താൽ ആ പാടയെ നശിപ്പിക്കപ്പെട്ട ജനദ്രോഹികളോട് കൂടിയവനാകുന്ന ഇദ്ദേഹം എങ്ങും പ്രതിഷേധിക്കപ്പെടാത്ത അധികാരത്തോടെ എല്ലായിടവും വിജയിച്ച് ദേവമുഖ്യന്മാരാലും അസുരമുഖ്യന്മാരാലും മഹാനുഭാവനെന്ന് പാടിപ്പുകഴ്ത്തപ്പെടുന്നവനായിട്ട് അധിപതിയായിട്ട് ഭവിക്കും. അപ്പോൾ പൃഥുമഹാരാജാവ് ചെല്ലുന്നിടത്തെല്ലാം തന്നെപ്പറ്റി അതാതിടത്തെ ജനങ്ങൾ പൃഥുമഹാരാജാവ് മഹാപരാക്രമശാലിയാണെന്ന് വാഴ്ത്തുന്നതായി കേൾക്കും. തടുക്കാൻ കഴിയാത്ത ആധിപത്യ ശക്തി കൊണ്ട് ഇദ്ദേഹം എല്ലായിടവും ജയിക്കും. തൻ്റെ ആജ്ഞാശക്തി കൊണ്ട് ലോകത്തിന് ശല്യമുണ്ടാക്കുന്നവരെ ഉന്മൂലനം ചെയ്യും. അങ്ങനെ ഈ പൃഥുചക്രവർത്തി ദേവന്മാരാലും അസുരന്മാരാലും വാഴ്ത്തപ്പെടുന്നവനായിട്ട് സൽകീർത്തിയോടുകൂടിയവനായിട്ട് ഈ ഭൂമണ്ഡലം ചിരകാലം ഭരിക്കും. സ്വന്തം തേജസ് കൊണ്ട് ലോകദ്രോഹികളെയെല്ലാം നശിപ്പിച്ച് ആരാലും തടുക്കപ്പെടുവാൻ കഴിയാത്ത ആ ആജ്ഞാശക്തിയോടുകൂടി ഈ പൃഥു ദിക്കുകളെല്ലാം ജയിച്ച് ദേവവര്യന്മാരാലും അസുരവര്യന്മാരാലും മഹിമകൾ പ്രകീർത്തിക്കപ്പെട്ട് ഭൂമിയുടെ നാഥനായിട്ട് പരിലസിക്കും. ആ പ്രഭാവത്തെ വർണ്ണിച്ചുകൊണ്ട് ഉപസംഹരിക്കുകയാണ്. ഈ മഹാരാജാവ് സർവ്വദിക്കുകളിലും ആയുള്ള ആ സാമന്തന്മാരെ ജയിച്ചിട്ട് തൻ്റെ ആജ്ഞയെ സർവത്ര നിർബാധമായിട്ട് ഉറപ്പിക്കുന്നവനും സ്വപരാക്രമത്താൽ ലോകത്തെ ഉപദ്രവിക്കുന്ന ദുർജനങ്ങളെ നിശേഷം മൂലത്തോടുകൂടി നശിപ്പിക്കുന്നവനും ദേവന്മാരിലും അസുരന്മാരിലും ദേവന്മാരിലും അസുരന്മാരിലും
അധിപന്മാരായിരിക്കുന്നവരാൽ കീർത്തിക്കപ്പെടുന്നവനും കീർത്തിക്കപ്പെടുന്ന മഹത്തായ അനുഭാവത്തോടു കൂടിയവനുമായിട്ട് ലോകപാലകനായിട്ട് ഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ കിംച ദിശോ വിജിത്യ, അദ്ദേഹം ദിക്കുകളെയൊക്കെ ജയിച്ചിട്ട് സ്വതേജസ, സ്വന്തം തേജസ് കൊണ്ട്, സ്വതേജസോൽപാടിത ലോകശല്യോ, ആ ലോകശല്യന്മാരെ ഒക്കെ അവരെയൊക്കെ ഉൽപ്പാടിതം ചെയ്യും, അവരെയൊക്കെ ഇല്ലാതെയാക്കും. എന്നിട്ട് ദൈത്യൈരുപഗീയമാനോ, ദേവന്മാരാലും ദൈത്യന്മാരാലും സ്തുതിക്കപ്പെടുന്നവനായിട്ട് തീരും. ഭുവഹ, അങ്ങനെ പതിർഭവതി, ഈ ഭൂമിയുടെ പതിയായിട്ട് ഭവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. കിംച ദിശോ വിജിത്യ, അദ്ദേഹം ആ ദിക്കുകളെയൊക്കെ ജയിച്ചിട്ട് സ്വതേജസ, സ്വതേജസോൽപാടിത ലോകശല്യോ, സ്വന്തം തേജസ് കൊണ്ട് ആ ലോകശല്യന്മാരെയൊക്കെ ഉൽപ്പാടിതം ചെയ്തിട്ട് നശിപ്പിച്ചിട്ട് ദേവദൈത്യേരുപഗീയമാനോ, ദേവന്മാരാലും ദൈത്യന്മാരാലും ഉപഗീയമാനനായിട്ട്, അതായത് സ്തുതിക്കപ്പെട്ട് ഭുവഹ, ഭൂമിയുടെ ഭവിത, ഭൂമിയുടെ പതിയായിട്ട് ഭവിക്കും ഉള്ള ഈ ശ്ലോകത്തോട് കൂടിയിട്ട്, ഈ 27ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് ഈ 16ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ വായിച്ച് പഠിച്ച് അത് വായിക്കാൻ വൃത്തിയായിട്ട് വായിച്ച് ഭാഗവത സമർപ്പണത്തിൽ നാളെ സമർപ്പിക്കുക. മറ്റന്നാൾ അതിൻ്റെ സംഗ്രഹം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ. ഹരേ കൃഷ്ണ.